ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ നാടുകളിൽ ആഘോഷം നടക്കുമ്പോ എൻ്റെ ഉസ്താദെ, എത്ര സിമ്പിളായിട്ട് നിങ്ങൾ ഈ കാര്യമൊക്കെ പറയുന്നല്ലേ. 2018 ജലപ്രളയം ഉണ്ടായപ്പോൾ അവിടെ ജാതിയോ മതമോ വർഗീയത ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടല്ലേ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അവിടെ ഹിന്ദു വന്നോ, മുസ്ലിംസ് എന്നോ, ക്രിസ്ത്യൻസ് എന്നോ നമ്മൾ വ്യത്യാസം നോക്കില്ലല്ലോ. അന്ന് എല്ലാവരും ക്യാമ്പുകളിലായിരുന്നു, എല്ലാ മതക്കാരും ഒരുമിച്ച് ഓണാഘോഷിച്ചത്. അതൊക്കെ മറന്നു പോയ ഉസ്താദെ. അന്നൊന്നും കണ്ടില്ലല്ലോ ഈ പാട്ട്. ഓണം ആഘോഷിക്കാൻ പാടൊന്നും അന്ന് കേട്ടില്ലല്ലോ, കണ്ടില്ലല്ലോ. എന്തേ? അന്ന് എല്ലാവരും വേണം. ആവശ്യം കഴിഞ്ഞപ്പോൾ ചവറ പോലെ അല്ലേ. എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ ഒരു ഹിന്ദു പയ്യനാണ് അവന് ബ്ലഡ് കൊടുത്ത് സഹായിച്ചത്. എന്തേ? ജാതി നോക്കിയോ, മതം നോക്കിയോ? ഇല്ലല്ലോ. എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടണം. എന്നാൽ ആഘോഷം മാത്രം പാടില്ലേ. എൻ്റെ ഉസ്താദെ, ഒരാളെ ആഘോഷം വെച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ലേ. വിശ്വാസം പലതാണ്, ആയിക്കോട്ടെ. പക്ഷേ ഒരു ആഘോഷം വെച്ചാൽ എന്ത് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കില്ല കേട്ടോ. അത് വെറുതെ പറയാ. ശുദ്ധ മണ്ടത്തരം വിളിച്ചു പോയി നടക്കല്ലേ ഉസ്താദെ. ഇതൊക്കെ മണ്ടത്തരമാണ്. സ്കൂളുകളിലും കോളേജിലൊക്കെ അതൊരു മതസൗഹാർദ്ദമാണ്. എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കാം. ഓണം കേരളീയ ഉത്സവമാണ്. അതെല്ലാ മതക്കാരും ഒരുമിച്ച് ഇത് ജനാധിപത്യ രാജ്യമല്ലേ. ഇവിടെ ഒന്നിനും ഒരു ഇതില്ല കേട്ടോ. എല്ലാവർക്കും എല്ലാം ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ട്സ്, അവൻ്റെ വീട്ടിൽ എന്നെ ആവശ്യം വരുമ്പോൾ ഞാൻ പോവാറുണ്ട്. അല്ലെങ്കിൽ ഒരു മുസ്ലിംസിൻ്റെ പെരുന്നാളിന് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ പോവാറുണ്ട്. ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. അതൊക്കെ ഒരു മതസൗഹാർദ്ദമാണ് കേട്ടോ. അതൊരു സ്നേഹമാണ്. അല്ലാതെ ഒരു കോളേജിലോ സ്കൂളിലോ വീട്ടിലൊന്നും ഓണം ആഘോഷിക്കാൻ പാടുന്ന ഒരു പുസ്തകത്തിലും എവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ഉസ്താദ് ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു നടക്കല്ലേ. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, അത് മറക്കരുത് ഉസ്താദെ. ആവശ്യമെന്ന് മാത്രം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പോരാ. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം കേട്ടോ.